morning all of you. In our previous class, we discussed about equal triangles or congruent triangles, isn't it? What is equal triangles? If the sides of a triangle are equal to sides of another triangles and angles opposite to equal sides are also equal. Okay. ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് വേറൊരു ട്രയാങ്കിൾസിന്റെ 3 സൈഡ്സുമായി ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആവും എന്നുള്ളതാണ് ഈക്വൽ ട്രയാങ്കിൾസിന്റെ സ്പെഷ്യാലിറ്റി എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈക്വൽ ട്രയാങ്കിൾസിനെ തന്നെയാണ് നമ്മൾ കോൺട്രന്റ് ട്രയാങ്കിൾസ് എന്ന് പഠിച്ചത് അല്ലെ. ഇനി ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 2 sides and an angle. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സും ആ 2 സൈഡ്സിന്റെ ഉള്ളിലായിട്ട് വരുന്ന ആംഗിളും കൂടിയുള്ള ട്രയാങ്കിളിന്റെ ട്രയാങ്കിൾസിന്റെ സ്പെഷ്യാലിറ്റിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ്. ഓക്കെ, ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റ് ഒരു ടോപ്പിക് മാത്രമേ കൺസ്ട്രക്ഷൻ വരുന്നുള്ളൂ. ബാക്കി എല്ലാ പോർഷൻസിലും ഈക്വൽ ട്രയാങ്കിൾസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെന്റ് എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ട ആവശ്യമില്ല. എക്സാമിനാണെങ്കിലും 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ സൈഡ്സിന് വരുന്ന മെഷർമെന്റ് കാണിക്കുക എന്നുള്ളതാണ്. 7 സെന്റിമീറ്ററിന്റെ കറക്റ്റ് മെഷർമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 പേര് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു 7 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ മെഷർമെന്റ് 7 സെന്റിമീറ്റർ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. നമ്മൾ കൺസ്ട്രക്ഷനിൽ മാത്രമേ കറക്റ്റ് മെഷർമെന്റ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ഉള്ള 2 സൈഡ്സ് ഉള്ള ഒരു ട്രയാങ്കിൾ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിൽ 2 സൈഡ്സ് എന്ന് പറയുന്നത് 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും ആണ്. അവരുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വേറൊരു രീതിയിൽ വരയ്ക്കുകയാണെങ്കിൽ 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ തന്നെ വേറെ 2 സൈഡ്സ് ആക്കി എടുത്തു. 30 ഡിഗ്രി ആണ് അവിടുത്തെ ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത്. ഇവിടെ 7 സെന്റിമീറ്റർ ആയിരുന്നു ബേസ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് 3rd സൈഡാണ്. ഓക്കെ, ഇവിടെ വരുന്ന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. മെഷർമെന്റിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. 7 സെന്റിമീറ്ററിന്റെയും 6 സെന്റിമീറ്ററിന്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രി, 7 സെന്റിമീറ്ററിന്റെയും 6 സെന്റിമീറ്ററിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി എടുത്തുകൊണ്ട് നമുക്ക് 3ാമത്തെ സൈഡ് എന്ന് പറയുന്നത് മെഷർമെന്റ് നമുക്ക് അറിയില്ല. ഇവിടെ 3ാമത്തെ സൈഡ് മെഷർമെന്റ് നമുക്ക് അറിയില്ല. അതേപോലെ തന്നെ ബാക്കി 2 ആംഗിൾസ്, 3 ആംഗിൾസിൽ ഒരു ആംഗിൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ബാക്കി 2 ആംഗിൾസ് നമുക്ക് അറിയില്ല. ഇവിടെ വരുന്ന 2 ആംഗിൾസ് നമുക്ക് അറിയില്ല. ഓക്കെ, ഈ ട്രയാങ്കിൾസിനെ തന്നെ നമുക്ക് വേറെ രീതിയിലും വരയ്ക്കാം. ഇപ്പൊ 6 സെന്റിമീറ്ററിന്റെ ബേസ് ആക്കി എടുത്തുകൊണ്ട് 7 സെന്റിമീറ്റർ ഒരു സൈഡും ഈ അറിയാത്ത സൈഡിന്റെ വേറെ സൈഡും ആക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാം. അപ്പോൾ വരച്ചു കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് മെഷർമെന്റ് എടുത്തുകൊണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ തന്നെ മൂന്ന് പിക്ചർ ആയിട്ടായിരിക്കും നമുക്ക് തോന്നും അല്ലെ. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാം. 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് 7 സെന്റിമീറ്റർ. ഈ ലൈനാണ്, ഈ സൈഡാണ് 6 സെന്റിമീറ്റർ. ഈ 2 സൈഡ്സിന്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ഈ ആംഗിൾ ആണ്. ഓക്കെ, ഈ ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിളുമായിട്ട് ഈക്വൽ ആണോ, ദാറ്റ് മീൻസ് ഇതേ മെഷർമെന്റ് ആണോ വേറൊരു ട്രയാങ്കിളിൽ നമുക്ക് അറിയണമെങ്കിൽ ഇതേ വലുപ്പത്തിലുള്ള ഒരു ട്രയാങ്കിൾ ഇതിന്റെ മുകളിൽ വെച്ച് നോക്കിയാൽ നമുക്കറിയാം 2 ട്രയാങ്കിൾസും ഈക്വൽ ആണോ അല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. ഇവിടെ നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും തന്നെയാണ് ഇവരുടെ വരുന്ന 2 സൈഡ്സ് എന്ന് പറയുന്നത്. 3rd സൈഡിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ആ 2 സൈഡ്സിന്റെയും ആംഗിൾ എന്ന് പറയുന്നത് 2 സൈഡ്സിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ട്രയാങ്കിളിന് ഇവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാം. ബിക്കോസ് ഓഫ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് 7 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും 30 ഡിഗ്രി ഇടയിലുണ്ട് എന്നുള്ളത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, മാർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ എന്ത് ചെയ്യും, വെച്ച് നോക്കും അല്ലെ. അപ്പൊ വെച്ച് നോക്കുമ്പോൾ ഈ കോർണർ കറക്റ്റ് ആവുന്നില്ല. അപ്പൊ ഇനി അടുത്ത കോർണറിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെയും കോർണർ കറക്റ്റ് ആവുന്നില്ല, ഇവിടെയും നമുക്ക് കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് ആവുന്നില്ല എങ്കിൽ നമുക്ക് തിരിച്ചിട്ട്, ദാറ്റ് മീൻസ് ആംഗിൾസ് വെച്ച് നോക്കുമ്പോൾ ഈ 30 ഡിഗ്രിയും ഇവിടെ ഈ 2 ആംഗിൾസുമായിട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ആംഗിൾസും കറക്റ്റ് മെഷർമെന്റ് ആയിട്ട് ഇരിക്കുന്നു. സൈഡ്സ് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്നു.
അല്ലെ. ഇപ്പൊ നമ്മൾ ഒരേപോലെ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ 30 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ ആണ് 30 ഡിഗ്രി എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. അതേപോലെ തന്നെ ഇവിടെ 6 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലൈൻ ആണ് 6 സെന്റിമീറ്റർ, ഈ മുകളിലുള്ള സൈഡാണ് 7 സെന്റിമീറ്റർ എങ്കിൽ ഈ സൈഡാണ് 7 സെന്റിമീറ്റർ ആണ് നമുക്ക് മനസ്സിലായി അല്ലെ. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്, ആംഗിൾ ബിറ്റ്വീൻ ദം എന്ന് പറയുന്നതും ഈക്വൽ ആണ് വേറൊരു ട്രയാങ്കിളുമായിട്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് കൺസെപ്റ്റ് കൂടി പറയാം? ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ ഈക്വൽ ആണെങ്കിൽ, രണ്ട് സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസുമായി വേറൊരു ട്രയാങ്കിളുമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ മൂന്നാമത്തെ സൈഡ് കൂടി അവിടെ ഈക്വൽ ആവും. അതിനോടൊപ്പം തന്നെ രണ്ട് ആംഗിൾസ് കൂടി ഈക്വൽ ആവും. അതുകൊണ്ടാണല്ലോ ഈ രണ്ട് ട്രയാങ്കിൾസ് കറക്റ്റ് അവരുടെ പോർഷനിൽ ഇരിക്കാനായിട്ട് സാധിച്ചത് അല്ലെ. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇതേ മെഷർമെന്റ് തന്നെയാണ് ഞാൻ എടുത്തുകൊണ്ട് വരച്ചിരിക്കുന്നത്. 7 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 30 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ ദം ആക്കിക്കൊണ്ടാണ് ഞാൻ ഇത് വരച്ചിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ മേക്ക് ചെയ്തതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇത് ഇതിന്റെ മേലെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ബാക്കി വരുന്ന രണ്ട് ആംഗിൾസും മൂന്നാമതായിട്ട് വരുന്ന സൈഡ് കൂടി ഈക്വൽ ആയേ പറ്റൂ. അതിനർത്ഥം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആവും. ദാറ്റ് മീൻസ് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായിരുന്ന? If two sides of a triangle and the angle between them are equal to two sides of a triangle and angle between them, then the third side of the triangle are equal. ഈ രണ്ട് sides കൂടി equal ആവും. And the other two angles are also equal. അതിനോടൊപ്പം തന്നെ രണ്ട് angles കൂടി equal ആവും. Okay, മനസ്സിലായില്ലേ? ഒന്നുകൂടി. If two sides of a triangle and the angle made by them are equal to two sides of another triangle and the angle made by them, then the third sides of the triangle are also equal. The other two angles are also equal. Okay, clear ആയില്ലേ? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും ആ രണ്ട് സൈഡ്സിന്റെ ഉള്ളിലായിട്ട് വരുന്ന ആംഗിളും വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സും അതിനുള്ളിലായിട്ട് വരുന്ന ആംഗിളുമായി ഈക്വൽ ആവുകയാണെങ്കിൽ തേർഡ് സൈഡ്, ദാറ്റ് മീൻസ് ഈ സൈഡും ഈക്വൽ ആവും. അതിനോടൊപ്പം തന്നെ ഈ ആംഗിൾസുമായി ഈക്വൽ ആവും. 7 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും 7 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആവും. അതിനർത്ഥം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ഏതൊക്കെ സൈഡ്സ് ആണ്, ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് ഈക്വൽ ആവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. കാരണം നിങ്ങളുടെ എക്സസൈസ് സെക്ഷനിലെ ഫസ്റ്റ് പേജ് നമ്പർ 15 ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇതേപോലെ രണ്ട് ട്രയാങ്കിൾസ് തന്നുകൊണ്ട് ഏതൊക്കെ സൈഡ്സ് ആണ്, ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുക എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്കായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരുന്നതോടുകൂടി നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സൈഡ്സ് ആണ് ഈക്വൽ ആവുക എന്നുള്ളത്. ഇവിടെ 7 സെന്റിമീറ്റർ ആണ് സൈഡ്. നമുക്ക് ഫസ്റ്റ് നെയിം ചെയ്യാം ABC, then PQR. ഓക്കെ, AB എന്ന് പറയുന്ന സൈഡ് ഇവിടെ തേർഡ് സൈഡ് ആയിട്ടാണ് എടുക്കുന്നത്, അതറിയില്ല. ദെൻ BC എന്ന് പറയുന്ന സൈഡും QR എന്ന് പറയുന്ന സൈഡുമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് BC ഈക്വൽ ടു QR ഈക്വൽ ടു 7 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോ 7 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എയും 7 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ പി തമ്മിൽ ഈക്വൽ ആവും. ഓക്കെ, ദെൻ 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് AC ആണ്. AC ഈക്വൽ ടു 6 സെന്റിമീറ്റർ എന്ന് പറയുന്നത് PR ആണ്. PR ഈക്വൽ ആവാം. ദെൻ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ബിയും 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ക്യൂവും കൂടി ഈക്വൽ ആവും. ക്ലിയർ? ദെൻ തേർഡ് സൈഡ് ആയിട്ടുള്ള ABയും PQവും കൂടി ഈക്വൽ ആവും. എപ്പോ? അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ ആറും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ സിയും 30 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് പറയാം ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ആറിനോട് ഈക്വൽ ആണ്, ഈക്വൽ ടു 30 ഡിഗ്രി. ഓക്കെ, ദെൻ 30 ഡിഗ്രി ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് എന്ന് പറയുന്നത് AB ഈക്വൽ ടു PQ ആണ്.
ഓക്കെ, രണ്ട് സൈഡ്സ് വേറെ രണ്ട് സൈഡ്സിനോട് ഈക്വൽ ആവുമ്പോൾ ആംഗിൾസും വേറെ ആംഗിൾസുമായിട്ട്, വേറെ ട്രയാങ്കിളിന്റെ ആംഗിൾസുമായി ഈക്വൽ ആവുന്നു. ഒരു ആംഗിള് വേറൊരു ആംഗിളുമായിട്ട് ഈക്വൽ ആവുമ്പോൾ അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് കൂടി ഈക്വൽ ആവുന്നു. ദാറ്റ് മീൻസ് ട്രയാങ്കിൾ ABC is equal to, that means congruent to triangle PQR. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ PQRും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാം ട്രയാങ്കിൾ ABC is congruent to triangle PQR. Okay, triangle ABC congruent to triangle PQR. Okay, triangle ABC triangle PQRുമായിട്ട് കോൺട്രന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. Then second question. ഇതൊന്നും നമ്മൾ ജനറലൈസ് ചെയ്ത് if two sides of a triangle and angle between them are equal to two sides of a triangle, angle between them in another triangle, then opposite sides are also equal and also opposite side is equal and also opposite angles are equal എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ്സും അതിനിടയിലുള്ള ആംഗിളും ഈക്വൽ ആവുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഈക്വൽ ആവും, അതിനോടൊപ്പം തന്നെ ആംഗിൾസും ഈക്വൽ ആവും. ഓക്കെ, then second question. In the figure below, AC and BE are parallel lines. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. AD ആണ് ബേസ്, ഓക്കെ. ഇപ്പൊ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ ABCയും ട്രയാങ്കിൾ BDയും കൂടി ജോയിൻ ചെയ്തിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് ABBD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആർ ദ ലെങ്ത് ഓഫ് BC ആൻഡ് DE ഈക്വൽ. BCയുടെ ലെങ്തും ദാറ്റ് മീൻസ് ഈ ലൈനും DEയുടെ ലെങ്തും ഈക്വൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ലെങ്സ് തമ്മിൽ ഈക്വൽ ആണോ, അതിനോടൊപ്പം തന്നെ ഇവർ തമ്മിൽ പാരലൽ ആണോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം രണ്ട് ലെങ്ത് ഈക്വൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മെഷർമെന്റ്സ് ഈക്വൽ ആയാൽ മതിയാവും അല്ലെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ പാരലൽ ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി തന്നതുകൊണ്ട് തന്നെ പാരലൽ ആവണമെങ്കിൽ നമുക്ക് അവിടെ വരുന്ന സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസോ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എങ്കിലാണ് ആ രണ്ട് ലൈൻസ് പാരലൽ ആവുക. നമുക്ക് നോക്കാം. AB എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്, BD എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ AB ഈക്വൽ ടു BD ആയതുകൊണ്ട് തന്നെ രണ്ടും 4 സെന്റിമീറ്ററിനോട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പൊ ABയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും BDയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ അല്ലേ ആണ്. അപ്പോൾ ആംഗിൾ C ഈക്വൽ ടു ആംഗിൾ E എന്ന് നമുക്ക് പറയാം അല്ലെ. ദെൻ AC ഈക്വൽ ടു BE ആയതുകൊണ്ട് തന്നെ AC ഈക്വൽ ടു BE ആയതുകൊണ്ട് തന്നെ ACക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന അതായത് 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Bയും ഓക്കെ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Dയുമായി ഈക്വൽ ആണ് അല്ലെ. അതായത് 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Cയും 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Eയും തമ്മിൽ ഈക്വൽ ആണ്. അതേപോലെ തന്നെ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Bയും 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ Tയും ഈക്വൽ ആണ് അല്ലെ. ട്രയാങ്കിൾ ആംഗിൾ സം 180 ഡിഗ്രി ആണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ രണ്ട് ആംഗിൾസും അതായത് ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Bയുമായി ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഈ ട്രയാങ്കിൾസിന്റെ 3 ആംഗിൾസ് ട്രയാങ്കിൾ BD എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 ആംഗിൾസുമായി ഈക്വൽ ആണ്. ഈ ആംഗിളുമായി ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡും ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡും ഈക്വൽ ആവുമല്ലോ, തീർച്ചയായും ആവും. അപ്പൊ നമുക്ക് ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ B ആണെങ്കിൽ
ബി സി ഈക്വൽ ടു ഡി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിച്ചു. നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആവുമോ എന്നായിരുന്നു. നമുക്കിപ്പോ കിട്ടി ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി ആണ്, അതുകൊണ്ട് തന്നെ ബി സി ഈക്വൽ ടു ഡി ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി സിയും ഡിയും പാരലൽ ആണ്, എന്തുകൊണ്ട്? ഓക്കെ, പാരലൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞു പാരലൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസോ ഓൾട്ടർനേറ്റ് ആംഗിൾസോ നമുക്ക് പറയാനായിട്ട് സാധിക്കണം എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഈ ബി സിയും ഡിയും പാരലൽ ആണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, പാരലൽ ആണെങ്കിൽ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കേണ്ടത്. നോക്കൂ, ബി സി ഡി എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസ് ബി സി ആണത്, അതിനോടൊപ്പം തന്നെ ഡി ആണ്. അല്ല, ചെറുതായിട്ട് ചെറുകൊണ്ട് പോകുന്നു. ഓക്കെ, ബി സിയും ഡി എന്ന് പറയുന്ന രണ്ട് ലൈൻസ് ആണ്. ഈ രണ്ട് ലൈൻസിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആണോ, ദാറ്റ് മീൻസ് ഇത് രണ്ട് പാരലൽ ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ലൈൻ, ദാറ്റ് മീൻസ് എ ഡി യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണ്. ഇതാണ് എ ഡി. മനസ്സിലായിട്ടുണ്ടാവും, ഈ രണ്ട് ലൈൻസ് ആണ്, ഈ രണ്ട് ലൈൻസ് ബി സി ഡി. ഇതിന്റെ ഇടയിൽ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ലൈൻ ആണ് എ ഡി. ഓക്കെ, ഇനി നോക്കൂ, ഈ പാരലൽ ലൈനിന്റെ മുകളിലുള്ള റൈറ്റ് സൈഡ് കഴിഞ്ഞ 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ കറസ്പോണ്ടിങ് ആംഗിൾസ് പഠിച്ചതാണ്. അതായത് ഒന്ന് മറ്റേതിനെ കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു പാരലൽ ലൈനിന്റെ ടോപ്പിന് റൈറ്റ് സൈഡ് ആണിത്. അങ്ങനെ എടുക്കുമ്പോൾ കറസ്പോണ്ടന്റ് ആവണമെങ്കിൽ ഇതേപോലെ തന്നെ എന്ത് കൂടി വരണം, മോളിന് റൈറ്റ് സൈഡ് കൂടി വരണം, എങ്കിലാണ് കറസ്പോണ്ടിങ് ആവുക അല്ലെ. അപ്പോ പാരലൽ ലൈനിന്റെ ടോപ്പില് റൈറ്റ് സൈഡ് എടുത്തു, പാരലൽ ലൈനിന്റെ ടോപ്പില് റൈറ്റ് സൈഡ് എടുത്തു. ദാറ്റ് മീൻസ് രണ്ട് ആംഗിൾസും കറസ്പോണ്ടന്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഏതൊക്കെയാണ് ആംഗിൾസ് എന്ന് നോക്കാം. ഈ പാരലൽ ലൈൻ ഇതാണ്, ഇതിന്റെ കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ലൈൻ ഇതാണ്. ഇതിന്റെ ടോപ്പില്, ദാറ്റ് മീൻസ് ടോപ്പില് റൈറ്റ് സൈഡ്, അതായത് ഈ ലൈനാണ്, ഈ ആംഗിൾ ആണ് ഇത് അല്ലെ. ഇനി നോക്കൂ, പാരലൽ ലൈൻ ഇതാണ് പാരലൽ ലൈൻ. ഇതിന്റെ ടോപ്പില് കട്ട് ചെയ്യാൻ യൂസ് ചെയ്ത ലൈൻ ആണ് ഇത്. ഓക്കെ, ഇതിന്റെ ടോപ്പില് റൈറ്റ് സൈഡ് ആംഗിൾ ആണ് ഇത്, അതായത് ഈ ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിൾസ് തമ്മിൽ ഈക്വൽ അല്ലേ? ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ ബി സി എന്ന് പറയുന്നത് ആംഗിൾ ബി ഡി ഇയുമായി ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്. സോ ബി സി ആൻഡ് ഡി ആർ പാരലൽ. ഓക്കെ, ആദ്യം നമ്മളോട് ചോദിച്ചത് ആ രണ്ട് ലൈൻസ് ഈക്വൽ ആണോ എന്നുള്ളതായിരുന്നു. നമ്മൾ പറഞ്ഞു ഈ ആംഗിൾസ് തമ്മിൽ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് കൂടി ഈക്വൽ ആവുമെന്ന് നമുക്ക് മനസ്സിലായി. ആ രണ്ട് ലൈൻസ് ബി സിയും ഡിയും ഈക്വൽ സൈഡ്സ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി രണ്ട് ലൈൻസ് പാരലൽ ആണോ എന്ന് നോക്കാൻ അതിനിടയിൽ വരുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് നോക്കി. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുന്നുണ്ട്, അതിനർത്ഥം ആ രണ്ട് ലൈൻസ് പാരലൽ ലൈൻസ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? Then second question, third question is ABCD in the figure a parallelogram what? താഴെ തന്നിരിക്കുന്ന ഒരു ABCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം ആണോ എന്തുകൊണ്ട് എന്നാണോ ചോദിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പാരലലോഗ്രാം ആണെങ്കിൽ പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും അതിനോടൊപ്പം തന്നെ പാരലലും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവുമ്പോഴാണ് നമ്മൾ അതിനെ പാരലലോഗ്രാം, ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം എന്ന് വിളിച്ചത് അല്ലെ. ഇപ്പൊ തന്നിരിക്കുന്ന ഈ ABCD എന്ന് പറയുന്ന ACBD എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 6 സെന്റിമീറ്റർ ആയിട്ടാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, ഇവിടെ ഈക്വൽ ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കണം. പാരലൽ ആവണമെങ്കിൽ ഈ രണ്ടിലേക്കുമുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് മീൻസ് AD യും
ബി സിയും ഈക്വൽ ആവണം. ഡിസ്റ്റൻസ് ഈക്വൽ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെങ്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഈ ലെങ്ത്. അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് ഈക്വൽ ആണ്, അതിനോടൊപ്പം തന്നെ പാരലലും ആണ്. ക്ലിയർ ആയില്ലേ? പാരലൽ ആവണമെങ്കിൽ ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അത് തന്നെ ആയിരിക്കണം, ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ ഡിയുടെ ലെങ്ത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം ബി സിയുടെ ലെങ്ത്, അല്ലെ? അത് ഈക്വൽ ആവാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു മെഷർമെന്റ് കൂടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇവിടെ 35 ഡിഗ്രി ആണെന്നും ഇത് 35 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആവുകയാണെങ്കിൽ തീർച്ചയായും ആംഗിൾസ് ഈക്വൽ ആവുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ്സ് കൂടി ഈക്വൽ ആവും എന്നുള്ളത്, അല്ലെ? ഇവിടെ നോക്കൂ, 35 ഡിഗ്രി എന്ന് പറയുന്ന ആംഗിള് ഈക്വൽ ആണ്. സോ ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡ് ഈക്വൽ ആണ് ആരുമായിട്ട്? 35 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡുമായിട്ട് ഈക്വൽ ആണ്, അല്ലെ? 35ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ബി സിയും 35ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എ ഡിയും ഈക്വൽ ആണ്. അതിനർത്ഥം ഈ 6 സെന്റിമീറ്റർ എന്ന് പറയുന്ന ബി ഡി ലൈനും 6 സെന്റിമീറ്റർ എന്ന് പറയുന്ന എ സി ലൈനിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത്, ദാറ്റ് മീൻസ് ഹൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്, അല്ലെ? അപ്പോൾ എ ബി എന്ന് പറയുന്നത് എ സിയുമായി ഈക്വൽ ആണ്, ഈക്വൽ ടു 6 സെന്റിമീറ്റർ ആണ്. അതിനോടൊപ്പം തന്നെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് നമുക്ക് കിട്ടി. പാരലൽ ആണ് എന്ന് പറയാൻ കാരണം എ ഡിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ കേസും ശരിയായി. എ സിയും ബി ഡിയും എ ഡിയും ബി സിയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എ സി എന്ന് പറയുന്ന ഈ ലൈനും ബി ഡി എന്ന് പറയുന്ന ഈ ലൈനും ഈക്വലും പാരലലുമാണെന്ന് കിട്ടി. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? ഇതൊരു പാരലലോഗ്രാം ആണോ എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്, അല്ലെ? പാരലലോഗ്രാം ആകണമെങ്കിൽ വേറെ എന്തുകൂടി അറിയണം? ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആവണം, അല്ലെ? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആവണം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ ഇതാണ്, ഇവരുടെ ഈക്വൽ ആവണം, അല്ലെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവണം. അപ്പൊ പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആവണം, അതിനോടൊപ്പം തന്നെ പാരലലും ആവണം. തേർഡ് കേസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണം എന്നുള്ളതാണ്. നമ്മുടെ 1ഉം 2ഉം ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്, ബിക്കോസ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് സൈഡ്സുകൾ ഈക്വൽ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തതിനോടൊപ്പം തന്നെ ഇവർ തമ്മിൽ പാരലൽ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നോക്കേണ്ടത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആവുമോ എന്നുള്ളതാണ്. നോക്കൂ, എ ബി എന്ന് പറയുന്ന സൈഡ് ട്രയാങ്കിൾ എ ബി സി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ ബി എന്ന് പറയുന്ന സൈഡ് കോമൺ ആണ് ആരുമായിട്ട്? എ ഡി ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എ ബി എന്ന് പറയുന്ന സൈഡുമായിട്ട് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം കോമൺ ആണ്, അല്ലെ? എ ബി കോമൺ ആണെങ്കിൽ ഈ ട്രയാങ്കിളിൽ എ ബിയുടെ മെഷർമെന്റ് എന്താണോ അത് തന്നെ ആയിരിക്കില്ല ഈ ട്രയാങ്കിളിലെ എ ബിയുടെ സൈഡ്. അതിനർത്ഥം ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അതായത് പാരലലോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ് എന്നുള്ളത് നമുക്ക് കിട്ടി, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആണെന്ന് കിട്ടി, അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ്. സോ എ സി ബി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then our fourth question. In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. അതായത് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട് നമുക്ക്. ട്രയാങ്കിൾ എ ബി സിയില് ഒരു ആംഗിൾ എ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്, എം മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു 90 ഡിഗ്രിയുടെ മാർക്കും കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആംഗിൾ എ എം സി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണ്, അല്ലെ? ഇനി ഈ ആംഗിൾ നമുക്ക് അറിയില്ല, പക്ഷെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ
ഈ ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? ട്രയാങ്കിൾ AMC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആംഗിൾ സം 180 അല്ലേ? അതിനർത്ഥം ഈ 50 ഡിഗ്രിയും ഇവിടെ വരുന്ന 90 ഡിഗ്രിയും ഈ ആംഗിളിന് കൂടിയുള്ള സം ആണ് 180 ഡിഗ്രി അല്ലെ? That means 90 plus 50 140. 140യോട് എന്ത് ചേരുമ്പോഴാണ് 180 കിട്ടുന്നത്? 40 ഡിഗ്രിയാണ്. That means ഈ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണ്. നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് മറ്റ് സൈഡ്സുകളാണ്, മറ്റ് ആംഗിൾസ് ആണ്. ട്രയാങ്കിൾ AMCയുടെ എല്ലാ ആംഗിൾസും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനോടൊപ്പം തന്നെ ട്രയാങ്കിൾ BMCയുടെ എല്ലാ ആംഗിൾസും കൂടി നോക്കണം. ഇവിടെ നോക്കൂ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇത് 90 ഡിഗ്രി ആയിരിക്കും. എന്താണ് റീസൺ? യെസ്, 7th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിച്ചു ലീനിയർ പെയർ സം 180. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈനിൽ രണ്ട് ആംഗിൾസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ആണ്. ഇവരുടെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇനി നോക്കൂ, ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഈക്വൽ ആണ്. ആരുമായിട്ട്? ഈ ട്രയാങ്കിളിന്റെ. ഒന്നുകൂടി പറയാം, ട്രയാങ്കിൾ AMC എടുക്കുമ്പോൾ MC എന്ന് പറയുന്നത് കോമൺ സൈഡ് ആണ്. എപ്പോഴറിയോ? MBC എടുക്കാം അല്ലെങ്കിൽ BMC എടുക്കാം. AMC എന്ന് പറയുന്ന ട്രയാങ്കിളും BMC എന്ന് പറയുന്ന ട്രയാങ്കിളും എടുക്കാം. അതിൽ MC എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലെ? കോമൺ ആണെങ്കിൽ അവരുടെ മെഷർമെന്റ്സ് തമ്മിൽ ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആയിരിക്കും. MC എന്ന് പറയുന്ന ഈ ആംഗിൾ, ഈ ലൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളും ഈ MC എന്ന് പറയുന്ന ലൈനിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു 50 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ ഈ ആംഗിൾ B നമുക്ക് 50 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി ഇത് 90 ആണെന്നും കിട്ടി. ഇത് 90യും ഇത് 50യും ആണെങ്കിൽ ഈ BMC എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ആംഗിൾസും 180 ഡിഗ്രി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 40 ഡിഗ്രി ആണ് അല്ലെ? 40 പ്ലസ് 90 പ്ലസ് 50 ആണ് 180 ഡിഗ്രി. ഇപ്പൊ നമുക്ക് എല്ലാ ആംഗിൾസും മെഷർ ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ട്രയാങ്കിൾ ABCയിലെ ആംഗിൾ A 50 ഡിഗ്രി ആണ്. ആംഗിൾ B എന്ന് പറയുന്നതും 50 ഡിഗ്രി ആണ്. ആംഗിൾ C എന്ന് പറയുന്നത് 40 പ്ലസ് 40 ദാറ്റ് ഈസ് 80 ഡിഗ്രി ആണ്. ഇപ്പൊ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ആംഗിൾ A 50, ആംഗിൾ B 50, ആംഗിൾ C 80 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയില്ലേ? Then our last question. In the figure below, the lines AB and CD are parallel and M is the midpoint of AB. ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇത്രയും മെഷർമെന്റ്സ് ആണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് AB-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. M മിഡ് പോയിന്റ് ആണെന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ലെങ്തിന് ഫുൾ ലെങ്ത് 12 സെന്റിമീറ്ററിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാണ്. M മിഡ് പോയിന്റ് ആണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 12നെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാണ്. 12നെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പോർഷൻ എത്രയായിരിക്കും? 6 ആയിരിക്കും അല്ലെ? അപ്പൊ ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 6 സെന്റിമീറ്റർ ആണ് നമുക്ക് കിട്ടി. ഇത് ടോട്ടൽ ആയിട്ട് 12. അപ്പൊ ഇത് 6ഉം ഇത് 6ഉം ആണെന്ന് കിട്ടി. ഓക്കെ, ഇത് 6 ആണ്. CD എന്ന് പറയുന്നത് 6 ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി നോക്കാം, ആംഗിൾ A 40 ഡിഗ്രി ആണ്, ആംഗിൾ B എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ AMD, ട്രയാങ്കിൾ MBC ആൻഡ് ട്രയാങ്കിൾ DCM. ഈ മൂന്ന് ട്രയാങ്കിൾസിലെ ഇവിടെ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവണം. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഈ മൂന്ന് ട്രയാങ്കിൾസിനെയും ആംഗിൾസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് 6 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ഈ ട്രയാങ്കിളിനെ മാത്രം എടുക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിനെ മാത്രം എടുക്കാം.
6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിള് ആരുമായിട്ട് ഈക്വൽ ആയിരിക്കും? സെക്കൻഡ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും അല്ലെ. ഇനി തേർഡ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 6 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളുമായിട്ട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ? ദെൻ ഈ ഫസ്റ്റ് ട്രയാങ്കിളിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ട്രയാങ്കിളിനെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഈ സൈഡുമായിട്ട് ഈക്വൽ ആയിരിക്കും. ഒന്നും കൂടി നോക്കാം. ട്രയാങ്കിൾ ഞാൻ നെയിം പറയാത്തത്, നെയിം ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ടാണ് ഇത് അത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും? AMD എന്ന് പറയുന്ന ട്രയാങ്കിളിന് MD എന്ന് പറയുന്ന ഈ സൈഡ് DMC എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ MD എന്ന് പറയുന്ന സൈഡിനോട് ഈക്വൽ ആണ്. കാരണം ഈ ട്രയാങ്കിളിന്റെയും ഈ ട്രയാങ്കിളിന്റെയും കോമൺ ആയിട്ട് വരുന്ന സൈഡാണ് ഇത് അല്ലെ. അതിനർത്ഥം ഇവിടെ വരുന്ന മെഷർമെന്റ് എത്രയാണോ ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഈ 40 ഡിഗ്രി തന്നെ ആയിരിക്കണം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇവിടെ 40 ഡിഗ്രി ആയിരിക്കില്ലേ? ആ, എന്തുകൊണ്ടാണ്? ഈ സൈഡ് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈക്വൽ സൈഡ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് കൂടി ഈക്വൽ ആവും. ഈ സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതേപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യും. ഈ ട്രയാങ്കിൾ ദാറ്റ് മീൻസ് DMC എന്ന് പറയുന്ന ട്രയാങ്കിളും MBC എന്ന് പറയുന്ന ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ ഒരു കോമൺ സൈഡ് ദാറ്റ് മീൻസ് MC എന്ന് പറയുന്നത് കോമൺ ആയിരിക്കും. നോക്കൂ, DMC എന്ന് പറയുന്നതിൽ കോമൺ ആണ് MC, MBC എന്ന് പറയുന്നതിൽ കോമൺ ആണ് MC. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും കോമൺ സൈഡ് ആണ് MC എന്ന് പറയുന്ന ഈ ലൈൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ്, ഈ സെക്കൻഡ് ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡിന് കോമൺ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും ഈ തേർഡ് ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഇത് 60 ഡിഗ്രി ആണെങ്കിൽ തീർച്ചയായും ഇതും 60 ഡിഗ്രി ആയിരിക്കും അല്ലെ. ഈ ലൈന് MC എന്ന് പറയുന്ന ലൈൻ കോമൺ ആയതുകൊണ്ട് തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 60 ആയിരിക്കും, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ 60 ആയിരിക്കും. ഇവിടെ താഴെ മാത്രമേ 60 തന്നിട്ടുള്ളൂ. നമുക്ക് അതുകൊണ്ട് തന്നെ പറയാം ഇവിടെയും 60 ആയിരിക്കും എന്നുള്ളത് അല്ലെ. ഇനി നോക്കൂ, 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 6 ആണെന്ന് പറഞ്ഞില്ലേ. ഇവിടെ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നോക്കൂ, ഇവിടെ വരുന്ന 60യും 40യും നമുക്ക് അറിയാമെങ്കിൽ ഈ തേർഡ് ആംഗിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. എത്രയായിരിക്കും? 60യും 40യും 100 ആയി. ട്രയാങ്കിൾ ആംഗിൾസ് 180 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളിന്റെ 3 ആംഗിൾസ് ആണ്. ഓക്കെ, ക്ലിയർ ആയിട്ട്. ഇനി നോക്കൂ, ഈ ഒരു സെക്ഷൻ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ മാത്രം നമ്മൾ, അതായത് രണ്ട് ട്രയാങ്കിൾസിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് 40 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കില്ലേ? ഇവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ആംഗിൾസ് ഈക്വൽ ആയിരിക്കില്ലേ? അപ്പൊ ഇവിടെ 80 ഡിഗ്രി ആണ്, അപ്പൊ ഇവിടെ എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ഓഫ് ഇതും 60 ഡിഗ്രി ആണ്. ഈ 80 + 60 140 ഡിഗ്രി കിട്ടണം. അതുകൊണ്ട് തന്നെ ഇവിടെയും 80 ഡിഗ്രി ആണ്. ഒന്നുകൂടി പറയാം, ഇവിടെ വരുന്ന AMCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിനെ, ദാറ്റ് മീൻസ് രണ്ട് ട്രയാങ്കിൾസിനെ ചേർത്തുകൊണ്ട് ക്വാഡ്രിലാറ്ററൽ ആക്കിക്കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ടു 40 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഇതിൽ ഒന്ന് നമുക്കറിയാം 80 ഡിഗ്രി ആണ്, ഇവിടെ ഒന്ന് നമുക്കറിയാം 60 ഡിഗ്രി ആണ്. ഒരവിടെ 80യും ഒരവിടെ 60യും ആണെങ്കിൽ രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണോ ഇല്ലാത്തത് അത് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പൊ 80 ഡിഗ്രിയോട് ഈക്വൽ ആയിട്ട് ഇവിടെ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ 60 ഇവിടെയും ഇവിടെ 80ക്ക് ഇട്ട് കൊടുക്കണം അല്ലെ. ഇതല്ലാതെ നമുക്ക് പറയാം ഈ രണ്ട് സൈഡ്സ്, ഇതൊരു മെത്തേഡാണ്, നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്.
ഇതല്ലാതെ ഒരു മെത്തേഡ് കൂടിയുണ്ട്. അതായത് ഈ രണ്ട് ലൈൻസ് ഈക്വൽ ആണ് 6 സെന്റിമീറ്റർ അല്ലെ. ഈ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിളും ഇവിടെ വരുന്ന ഈ ആംഗിളും തമ്മിൽ ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പാരലൽ ലൈനിന്റെ ലെഫ്റ്റ് വരുന്ന ഈ ആംഗിളും പാരലൽ ലൈനിന്റെ ഇവിടെ വരുന്ന ഈ ആംഗിളും കൂടി ഈക്വൽ ആയിരിക്കും. എങ്ങനെയാണ് നോക്കൂ, ടോപ്പില് ലെഫ്റ്റ് എടുത്തു, ബോട്ടത്തില് റൈറ്റ് എടുത്തു. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന ആംഗിൾസിനെ എങ്ങനെയാ നമ്മൾ പറയാം? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെ. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പൊ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും 60 ഡിഗ്രി ആയിരിക്കുമല്ലോ. അതേപോലെ തന്നെ തിരിച്ചു പറയുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയിരിക്കില്ലേ. അതിനർത്ഥം ഈ രണ്ട് ആംഗിൾസും 80 ഡിഗ്രി ആയിരിക്കും. അതേ കൺസെപ്റ്റ് തന്നെയാണ് തിരിച്ച് ഇവിടെ ഒരു സെക്കൻഡും തേർഡും ട്രയാങ്കിൾസിനെ കൺസിഡർ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടും. ആ ക്വാഡ്രിലാറ്ററലിലെ DC എന്ന് പറയുന്ന ലൈന് MD എന്ന് പറയുന്ന ലൈനുമായിട്ട് 6 സെന്റിമീറ്ററുമായിട്ട് ഈക്വൽ ആണ്. ഇവിടെ ഒരു ലൈൻ വെച്ച് നമ്മൾ MC എന്ന് പറയുന്ന ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന 80 ഡിഗ്രി തന്നെ ആയിരിക്കാം. ഇവിടെ നമുക്ക് 80 ഡിഗ്രി അല്ല വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ കിട്ടുന്ന 60 ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. സോറി, 40 ഡിഗ്രി തന്നെ ആയിരിക്കും ഇവിടെ നമുക്ക് വരും അല്ലെ. ഇവിടെ 40 ഡിഗ്രി അല്ലേ, അതുകൊണ്ട് ഇവിടെ 40 ഡിഗ്രി വരും. അതിനോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഇപ്പൊ ഈ രണ്ട് പാരലൽ ലൈൻസ് ഇതുമാണ് പാരലൽ ലൈൻസ് ആയിട്ട് വരുന്നത്. DC എന്ന് പറയുന്ന പാരലൽ ലൈൻ ഇതാണ്, MD എന്ന് പറയുന്ന പാരലൽ ലൈൻ ഇതാണ് അല്ലെ. ഇതിന് MC എന്ന് പറയുന്ന ഈ ലൈൻ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ആംഗിൾ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതായത് പാരലൽ ലൈനിന്റെ താഴെ റൈറ്റ് സൈഡ്, പാരലൽ ലൈനിന്റെ താഴെ റൈറ്റ് സൈഡ്, ദെൻ പാരലൽ ലൈനിന്റെ മുകളില് ലെഫ്റ്റ് സൈഡ്. അതായത് 60 ഡിഗ്രി ആണ് ഇവിടെ. അപ്പൊ ഇതാണ് 60 ഡിഗ്രി. സോറി, ഇതാണ് ആംഗിൾ. ഇപ്പൊ 80 ഡിഗ്രി ആണ്. അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആംഗിൾസ് നമുക്ക് മേക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള കൺസെപ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് എടുക്കുന്നതിനെക്കാട്ടിലും ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് തന്നെ ആയിരിക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ എന്ന് തോന്നുന്നത്, എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു സെക്ഷൻ മാത്രം എടുക്കുമ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്, ഈ ആംഗിൾ 80 ഡിഗ്രി ആണ് നമുക്കറിയാം അല്ലെ. അപ്പൊ 60 ഇവിടെ ഇതുമായിട്ട് ഈക്വൽ ആവണമെങ്കിൽ ഇതിന് കൂടെയുള്ള 80 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ 80 ഉണ്ട്, നമുക്ക് ഈക്വൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇവിടെ 60 ഡിഗ്രിയോടെ മാർക്ക് ചെയ്തു. അങ്ങനെ ആവുമ്പോഴല്ലേ 80 + 60 140 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ട് വരിക. അപ്പൊ ഇത് 140 ഡിഗ്രി, ഇത് 140 ഡിഗ്രി, അതിനോടൊപ്പം തന്നെ ഇത് 40 ഡിഗ്രി, ഇതും 40 ഡിഗ്രി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ക്വാഡ്രിലാറ്ററലിന്റെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പാരലലും ആണ്, അതിനോടൊപ്പം തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ. അതിനർത്ഥം ഈ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രാം ആണ് അല്ലെ. ഇനി രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ, അതായത് സെക്കൻഡും തേർഡും ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിലോ ഇവിടെ ഇത് മാത്രം എടുക്കാം. അതായത് സെക്കൻഡും തേർഡും ട്രയാങ്കിളിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി ആണെന്നും ഇവിടെ 60 ഡിഗ്രി ആണെന്നും നമുക്കറിയാം, ഇവിടെ 40 ഡിഗ്രി ആണെന്ന് അറിയാം. ഇത് നമുക്ക് അറിയില്ല അല്ലെ. ഇവിടെ 80 ഡിഗ്രി ആണെന്ന് അറിയാം, ഇവിടെ നമുക്ക് അറിയില്ല. ഇവിടെ നോക്കൂ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ഉണ്ട്, ഇവിടെ അതില്ല അല്ലെ. ഇവിടെ 80 ഡിഗ്രി ഉണ്ട്, ഇവിടെ അതില്ല. അങ്ങനെ ആവുമ്പോഴല്ലേ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവാം. റീസൺ ആണ് ഞാൻ പറഞ്ഞത്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ പിക്ചറിനെ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെ കട്ട് ചെയ്യുന്നതാണ് ഇത്. ഇപ്പോ പാരലൽ ലൈനിന്റെ മുകളിലുള്ള ആംഗിൾ ആണ് 40 ഡിഗ്രി, ഇവിടെ പാരലൽ ലൈനിന്റെ താഴെയുള്ള ലെഫ്റ്റിൽ വരുന്ന ആംഗിൾ ആണ് 40 ഡിഗ്രി. ഇങ്ങനെ വരികയാണെങ്കിൽ ഇതാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അപ്പൊ നമുക്ക് റീസൺ ആയിട്ട് പറയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആണ്, ദാറ്റ് മീൻസ് ഈക്വൽ ടു 40 ഡിഗ്രി ആണ്. ഇവിടെ അതുപോലെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്, ഈക്വൽ ടു 80 ഡിഗ്രി ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വലും പാരലലും സൈഡ്സും ഈക്വൽ ആവുന്നത് കൊണ്ട് തന്നെ, സൈഡ്സ് ഈക്വല് പാരലൽ ആണ്, ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ക്വാഡ്രിലാറ്ററൽസും, അതായത് AMCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററും MBCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലും ഒരു രണ്ട് പാരലലോഗ്രാംസ് ആണ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.